ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നും ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു യൂട്യൂബ് വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മൊത്തത്തിൽ കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന യൂട്യൂബ് വീഡിയോയിൽ എങ്ങനെയാണ് വീഡിയോ ചാപ്റ്റേഴ്സ് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ വീഡിയോ ചാപ്റ്റേഴ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു വീഡിയോ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അതിൽ ടൈം ബാറിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ ഓരോ സെക്ഷനായിട്ട് നമുക്കിങ്ങനെ വീഡിയോസ് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. അതായത് ഓരോ സമയത്ത് ഓരോ കണ്ടൻ്റ് ആയിരിക്കും ആ വീഡിയോയിൽ പറയുന്നുണ്ടാവുക. അപ്പോൾ ആ കണ്ടൻറ്റ് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മളൊന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ ഓരോ സെഷനിൽ നമുക്ക് ആ ടൈം ഉൾപ്പെടെ അതിൻ്റെ ആ കണ്ടൻറ്റിൽ പറയുന്ന ടൈറ്റിൽ നമുക്കത് ചെറിയ മിനി വീഡിയോ പ്ലെയറിൻ്റെ താഴെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് പോലെ. അപ്പോൾ അത് എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ എഡിറ്റ് ചെയ്യുക, അതിന് എക്സ്പോർട്ട് ചെയ്യുക, പിന്നെ അപ്ലോഡ് ചെയ്യുക, എല്ലാം കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ എഡിറ്റ് ചെയ്യേണ്ടത് നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോയിലാണ്, അല്ലെങ്കിൽ youtube.com എന്നുള്ള വെബ്സൈറ്റിലാണ്. അപ്പോൾ ഞാനിപ്പോൾ യൂട്യൂബ് സ്റ്റുഡിയോയിലാണ് എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുക. അതിൽ വീഡിയോ സെക്ഷൻ എടുത്തിട്ട് അതിൽ ഡിസ്ക്രിപ്ഷൻ എന്ന സെഷൻ എടുക്കുക. അതിൽ ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് നമ്മളുടെ കാര്യങ്ങൾ മുമ്പിട്ട വീഡിയോസ് അല്ലെങ്കിൽ വീഡിയോസിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ അങ്ങനെയൊക്കെ നമുക്ക് കൊടുക്കാമെന്ന് ഞാൻ മുമ്പത്തൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ചാപ്റ്റേഴ്സ് എന്നുള്ള ആ ഒരു ഫീച്ചർ, യൂട്യൂബ് ഫീച്ചർ നമുക്ക് ഇനേബിൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് നമ്മൾ വേണ്ടത് എന്തെന്ന് വെച്ചാൽ നിർബന്ധമായിട്ടും ടൈം സ്റ്റാമ്പ് നമ്മൾ ടൈപ്പ് ചെയ്തെടുക്കുക. ടൈം സ്റ്റാമ്പ് എങ്ങനെ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഈ വിധമാണ്. അതായത് 0.00, അതായത് ഈ നമ്പേഴ്സ് എന്ന് പറയുന്നത് ടൈമാണ്. അതായത് ഫസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് മിനിറ്റും സെക്കൻഡ് പോർഷൻ എന്ന് പറയുന്നത് സെക്കൻഡുമാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ടൈം സ്റ്റാമ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഓരോ ടൈമിലും എന്തൊക്കെ കണ്ടൻറ്റാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് ഒരു ചെറിയൊരു ടൈറ്റിൽ ആയിട്ട് കൊടുത്താൽ വീഡിയോ ചാപ്റ്റർ നമ്മൾ ഇനേബിൾ ചെയ്യാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് ആയിക്കഴിഞ്ഞു. അത് കഴിഞ്ഞ് സേവ് ചെയ്ത് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റായി. ഇനി നമുക്ക് നമ്മളുടെ യൂട്യൂബിൽ കയറിയിട്ട് യൂട്യൂബ് ഒന്ന് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയാൽ അതിൽ ടൈം ബാർ ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ കൊടുത്ത ആ വീഡിയോ ചാപ്റ്റേഴ്സ് ഓരോന്നോരോന്നായിട്ട് അസെൻഡിങ് ഓർഡറിൽ കാണിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് 0.00 എന്നുള്ളത് ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ ഇൻട്രോ എന്നൊക്കെ പേര് കൊടുത്തിട്ട് അത് നിർബന്ധമായിട്ടും കൊടുക്കുക. എന്നാൽ മാത്രമേ ഇങ്ങനെ എഴുതി കാണിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അത് ആരും വിട്ടുപോകരുത്. അപ്പോൾ ഇതൊരു നല്ലൊരു യൂട്യൂബ് ഫീച്ചറാണ്. അപ്പം എല്ലാവരും ഇതൊന്ന് മനസ്സിലാക്കി ചെയ്തു നോക്കുക. അപ്പോൾ ഇതൊക്കെ യൂട്യൂബ് ബിഗിനേഴ്സ് ആയിട്ടുള്ള യൂട്യൂബ് ബഡ്സ് ആയിട്ടുള്ളതൊക്കെ ഒരുപാട് ഉപകാരപ്പെടുന്നു വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക കേട്ടോ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ. താങ്ക് യു. Bye, thank you.